ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ പേര് ഞങ്ങളോട് എന്ത് ലോങ് വീഡിയോ ഇടാത്തേ എന്നൊന്നും ചോദിച്ചില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് രണ്ടാമത്തെ ലോങ് വീഡിയോ ഇട്ടാണ്. അപ്പോൾ ഞങ്ങളിന്ന് അങ്ങനെ സൺസെറ്റും കണ്ട് കർമ്മ റോഡ് വഴി നേരെ പൊന്നാനി ഹാർബറിലേക്ക് പോവുകയാണ്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഏകദേശം സുപരിചിതമായൊരു സ്ഥലമായിരിക്കും ഹാർബർ. പക്ഷേ നമുക്കിതൊരു അടിപൊളി സ്പോട്ടാണ്. ഈവനിങ് ടൈമിലൊക്കെ പോയിരിക്കാൻ പറ്റിയ നല്ല വൈബ് സ്ഥലമാണ്. കണ്ടോ, ഇതാണ് പൊന്നാനി ഹാർബർ. അങ്ങനെ ഞങ്ങൾ ഹാർബർ എത്തി. ഹാർബർ വിഷയം സ്ഥലമാണ്, ഇവിടെ എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ്. പെട്ടെന്ന് ഞങ്ങൾ തന്നെ വിചാരിച്ചു, ഞങ്ങൾ കൊച്ചിയിലെത്തിയോ ഇനി. അതെ, ഒരു കൊച്ചി വൈബാണ് അവിടെ. എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്ന സ്ഥലമാണ് സത്യം പറഞ്ഞാൽ. ചെന്ന ഉടനെ നമുക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും. പക്ഷേ ഇത്രയും നല്ല വ്യൂ ഒക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ മണത്തിൻ്റെ കാര്യമൊക്കെ മറന്നു പോകും. അതെ, സ്മെല്ലൊക്കെ മറക്കും. അതെ, ചെന്ന ഉടനെ ഭയങ്കര മണം ഉണ്ടായിരുന്നു. അതൊക്കെ സഹിക്കാൻ പറ്റുന്നവർ പോയാൽ മതി. അതെ, അങ്ങനെ ഞങ്ങൾ പോയി യഥാശം അങ്ങനെ ബോട്ടിലേക്ക് കയറി നടക്കുക. അവിടെ എല്ലാവരും ബോട്ടിലൊക്കെ ഇങ്ങനെ ബോട്ടിൽ കയറുന്നതിന് 100 രൂപ ഒന്നും കൊടുക്കണ്ട, വെറുതെ ഫ്രീ ആയിട്ട് അവിടെ കുറേ ബോട്ട് നിർത്തിയിട്ടുണ്ടാവും. നമുക്ക് ഏതാണ് നമ്മുടെ താല്പര്യപ്രകാരം ഏത് ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് വലിഞ്ഞു കയറാം. അവിടുത്തെ ആൾക്കാരുടെ ചീത്ത കേൾക്കാതെ ശ്രദ്ധിക്കുക, അത്രയും നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. പിന്നെ വെള്ളത്തിൽ തലകുത്തി മറിയാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ പെട്ട വ്യൂസൊക്കെ കണ്ടു. നല്ല നൈസ് വ്യൂസാണ് അവിടെ. നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാണ് കാണുന്നത്. ഇതൊക്കെ ഇത് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ശ്യാമേട്ടന് പെട്ടെന്നാണ് ഹരിശ്രീ അശോകിന് ഓർമ്മ വന്നത്. അപ്പം തന്നെ ബോട്ടിൻ്റെ മുകളിൽ ചാടിക്കേറി മുത്തലാളി പറയാൻ നമുക്ക് തോന്നും. അങ്ങനെ അങ്ങോട്ട് വീശി പറഞ്ഞ് അപ്പുറത്തെ ആൾക്കാർക്ക് നോക്കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ ഈ ബോട്ടിൽ അവർ പോകുമ്പോൾ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ, പലതരം ബ്രഷുകൾ. അപ്പം തന്നെ ഏതെങ്കിലും ഒരു ബ്രഷ് എടുത്ത് പല്ലേക്കാനൊക്കെ തോന്നി. പക്ഷെ വേറെ ആൾക്കാരുടെ ആയതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്തു. പല്ല് തേക്കാത്തതുകൊണ്ട് തോന്നും. ഞാൻ പിന്നെ കുറച്ച് എസ്തെറ്റിക് സ്ഥലം കണ്ടപ്പോൾ അവിടെ എന്തൊക്കെയോ പറഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര ഷൈയാണ്. അപ്പോഴാണ് ഞങ്ങൾ തീരെ ഷൈയില്ലാത്തൊരു കുട്ടിയെ കണ്ടത്. ഞങ്ങൾ പറഞ്ഞവരോട് യൂട്യൂബേഴ്സ് പറഞ്ഞപ്പോൾ ആദ്യം പഠിച്ചിരുന്നു. പക്ഷേ യൂട്യൂബേഴ്സ് പറഞ്ഞപ്പോൾ നേരെ ബോട്ടിലേക്ക് ഒരു ഭയവും ഇല്ലാതെ ചാടി. നല്ല കുട്ടിയാട്ടോ. അതിനൊരു അങ്ങനെ ഷൈ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇത്ര മൂത്ത് തരച്ചിട്ട് വരെ ഞങ്ങൾക്ക് ഭയങ്കര ഷൈയാണ് ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ചെയ്യാനൊക്കെ. പക്ഷെ ഇവൻ്റെ അടുത്ത് പറയുമ്പോഴേക്കും ഇവൻ ചാടി കയറി ബോട്ടിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി അങ്ങനെ ഹാർബറിലോട്ട് നടന്നു. ഹാർബറിലാണ് അതുവഴി സൈഡ് വഴി നടന്നു. അവിടെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ നല്ല സ്പോട്ട് കാണാം. നല്ല സ്ഥലമായിരുന്നു കേട്ടോ, നല്ല എസ്തെറ്റിക് സ്ഥലമായിരുന്നു. കുറേ സിനിമകളിലൊക്കെ കണ്ട സ്ഥലങ്ങൾ പോലെ നമുക്ക് തോന്നി. അപ്പോൾ കുറച്ച് നേരം ഞാൻ നടന്നു, ശ്യാമേട്ടൻ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ശ്യാമേട്ടൻ നടന്നു, ശ്യാമേട്ടൻ്റെ വീഡിയോ ഞാൻ എടുത്തു കൊടുത്തു. കുറേ ഇങ്ങനെ മീൻ കച്ചവടക്കാരും അതൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് അവിടെ ലുഡോ കളിക്കുന്നുണ്ടായിരുന്നു. വെരി എൻജോയബിൾ ജോബാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ, അടിപൊളി ചെമ്മീൻ. പെടകില്ല, എന്നാലും അടിപൊളി സാധനം. നല്ല ഞണ്ട്, കൂന്തള് കാണുമ്പോൾ തന്നെ വെച്ച് കറി വെച്ച് തിന്നാൻ തോന്നും. അത്രയ്ക്ക് ഫ്രഷ് മീനെന്ന് പറഞ്ഞാൽ വരെ കടലിൽ നിന്ന് പിടിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ പോയപ്പോൾ നേരെ അവിടെ ബോട്ട് ഇറക്കി അതിൽ മീൻ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. നല്ല ഫ്രഷ് ആയില്ല കേട്ടോ അത്. അപ്പോൾ അവർ എടുക്കാൻ നോക്കുകയാണ്, വാങ്ങാൻ നോക്കുക, ലേലം വിളിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വീണ്ടും ആ തീരത്ത് നടന്നു കുറച്ച് നേരം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ മീൻ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ബോക്സുകളും അതും കാണാൻ നല്ല എസ്തെറ്റിക് ആയിട്ടുണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതിനെ കണ്ടു തട്ടണ്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചും പോകട്ടെ. നൈസ് സ്ഥലം. മനസ്സിലൊരൊറ്റ ലക്ഷ്യം മാത്രം, ബീഫും പൊറോട്ടയും. ബീഫും പൊറോട്ടയും വെച്ച് നമ്മൾ കർമ്മ റോട്ടിലെ മെയിൻ സ്പോട്ടിലേക്ക് നീങ്ങി. മെല്ലെ പതിയെ പോയി ഞങ്ങളുടെ സ്പോട്ട് എത്തി. കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കർമ്മ റോട്ടിൽ. കുറേ അധികം ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ സ്ഥിരമായി പോകുന്ന സ്ഥലമാണ് ഇതായി കാണുന്നത്. ഇവിടെ മുട്ടപ്പത്തിരിയുണ്ട്, പഴംപൊരിയുണ്ട്, ബീഫ് റോസ്റ്റ്, കൊത്തു പൊറോട്ട, പുളപ്പൊട്ടി, എന്തൊക്കെയോ ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ്. ഞങ്ങളെപ്പോൾ പോയാലും ബീഫും പൊറോട്ടയും ആണ് കഴിക്കുക. മുട്ടപ്പത്തിരി കഴിക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ബീഫും പൊറോട്ടയും കഴിക്കാൻ ആഗ്രഹമായി. ഞങ്ങൾ അവിടെ ഇരുന്നു.
പിന്നെ ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല കൊണ്ട് മെടഞ്ഞിട്ടുള്ള ചുമരാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ബീഫും പൊറോട്ട എത്തി, നല്ല ചൂടുള്ള ബീഫും പൊറോട്ടയായിരുന്നു. ഞങ്ങൾ വേഗം തന്നെ വിളമ്പി. അതെ, അത് എടുത്ത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ കൊതി വെള്ളം വരെ വീറ്റും. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം എത്ര പെട്ടെന്നാണ് ഒരു പൊറോട്ടയും ബീഫും കഴിഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നിന്ന് ഇറങ്ങി അപ്പത്തിന് രാത്രി ഉണ്ടായിരുന്നു. ഇതേപോലെ കുറേ കടകളുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈവനിങ് ടൈമിൽ കുറേ പേര് ഇങ്ങനെ വന്നിരുന്ന് അവരെ ടൈം പാസിന് വേണ്ടി വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ്. നല്ല രസമാട്ടോ. പിന്നെ പോരുന്ന വഴിക്ക് ഒരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല മിടുമിടുക്കികളായ കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ഷാമേനോട് ഇഷ്ടംപോലെ വായെന്നൊക്കെ പറഞ്ഞു. ഷാമേട്ടൻ പിന്നെ അത് അപ്പം തന്നെ അനുസരിച്ചു. ഞാൻ വായ നോക്കാത്തൊരു നല്ല കുട്ടിയാണ്. വ്ളോഗ് കഴിഞ്ഞു ഗൈസ്, കഥം.